ഡിസംബർ 9 മുതൽ 16 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫെഫ്ക, മാക്ട എന്നിവയിൽ അംഗത്വമുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും മാത്രമായി സിനിമയുടെ പ്രത്യേക പ്രദർശനം ഒരുക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മത്സര വിഭാഗം, ലോക സിനിമ, മലയാള സിനിമാ വിഭാഗം എന്നിവയിൽപ്പെടുന്ന സിനിമകളായിരിക്കും ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രദർശിപ്പിക്കുക. അടിയന്തരമായിട്ട് ഇതിൽ സർക്കാർ ഇടപെടേണ്ട ഒരു സംഗതിയാണ്. ഇതിനെങ്ങനെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിന്ന ആളുകൾ പതിയെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വരികയും ആ സ്ഥാപനങ്ങളെ മുഴുവനും ഇൻഡസ്ട്രിക്ക് അനുകൂലമായ രീതിയിൽ വലിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നത് വളരെ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ചലച്ചിത്രമേളയുടെ ജനകീയ സ്വഭാവം തകർത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പ്രത്യേക തിയേറ്ററിൽ പ്രദർശനവും റിസർവേഷനും ഏർപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചലച്ചിത്രമേള ആര് ഇത്തരത്തിൽ നശിപ്പിച്ചുവെന്ന ചോദ്യത്തിന് കമൽ മറുപടി പറയേണ്ടി വരുമെന്നും സനൽകുമാർ ശശിധരൻ. 5 വർഷം കഴിയുമ്പോൾ ഈ മേളയുടെ നിലവാരം വളരെയധികം താണുപോവുകയും താരനിർമ്മിതിക്കുള്ള ഒരു കേന്ദ്രമായിട്ട് മാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഈ മേളയെ മുച്ചൂടും നശിപ്പിച്ച ഒരു മനുഷ്യൻ കമൽ എന്നായിരിക്കും പറയാൻ പോകുന്നത്. ലോകത്ത് ഒരു ചലച്ചിത്രമേളയിലും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി പ്രത്യേക തിയേറ്റർ പ്രദർശനം നടത്താറില്ലെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. ചലച്ചിത്രമേള ആത്യന്തികമായി കാണികളുടേത് മാത്രമാണെന്നും ബിജു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. അതേസമയം ജൂറികൾക്കും മറ്റ് പ്രമുഖർക്കും സിനിമ കാണാനുള്ള അവസരം ലഭിക്കാറില്ലെന്നും വൈകല്യമുള്ളവർക്കും ഇവിടെയെത്തി സിനിമ കാണാനാകുമെന്നും സംവിധായകനും അക്കാദമി ചെയർമാനുമായ കമൽ പറഞ്ഞു. ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.